എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രധാനമായും സംസ്ഥാനം കാത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യമായിട്ടുള്ള ക്ഷേമ പെൻഷൻ്റെ വിതരണത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചില അറിയിപ്പുകൾ വരുന്നുണ്ട്. നമുക്ക് വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ വരികയാണ്. അതോടൊപ്പം തന്നെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ്. കൂടുതൽ ധനസഹായങ്ങൾ പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഏറ്റവും ശുഭകരമായിട്ടുള്ള കുറച്ച് അറിയിപ്പുകൾ കൂടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 3 ഗഡുക്കളൊക്കെ ആയിരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് എത്തിച്ചേരുക. ഏപ്രിൽ മാസത്ത് 4800 രൂപയോളമായിരിക്കും സാധാരണക്കാരുടെ കൈവശം സർക്കാർ നൽകുന്നത്. ബാങ്ക് അക്കൗണ്ടിലോട്ടും അല്ലെങ്കിൽ നേരിട്ടുമായിരിക്കും തുക എത്തിച്ചേരുന്നത്. 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഒരു തടസ്സവും കൂടാതെ ഈ ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 55 ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളുണ്ട്. ഇവർക്കെല്ലാമായിട്ട് എത്തിച്ചേരുന്നത് വലിയൊരു സഹായമാണ്. മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ അടുത്ത ആഴ്ചയോടെ ആരംഭിക്കുന്നതാണ്. 1600 ഒരു ഗഡു സാധാരണ രീതിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു മാസത്തെ തുകയായിരിക്കും എത്തിച്ചേരുക. തൊട്ടടുത്ത ഏപ്രിൽ മാസം വിതരണം കൂടി നേരത്തെയാണ്. ഈസ്റ്റർ, വിഷു, റംസാൻ പോലുള്ള വിശേഷ ദിവസങ്ങളോടെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിൻ്റെ പകുതിയോടെ തന്നെ വിതരണം ഉണ്ടാകും. അതുമാത്രമല്ല, പുതിയ സാമ്പത്തിക വർഷം കൂടി ആയതിനാൽ സർക്കാർ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കുടിശ്ശികയുടെ ഗഡുക്കൾ കൂടി ആ സമയത്ത് വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. കുടിശ്ശിക പൂർണ്ണമായിട്ടും നൽകി തീർക്കുന്നതല്ല, ഇതിലൊരു ഗഡുവായിരിക്കും വിതരണം ചെയ്യുക. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള സാധാരണ വിഹിതമുണ്ട്. അങ്ങനെ 2 ഘട്ടങ്ങളോളമായിരിക്കും ഏപ്രിൽ മാസം ലഭിക്കുക. അങ്ങനെയാണ് നമുക്ക് മൊത്തത്തിൽ 4800 രൂപയോളം ഈ 2 മാസങ്ങളിൽ ലഭിക്കുന്നത്. മുൻപ് കഴിഞ്ഞ ഓണക്കാലത്തും ഇതേ രീതിയിലൊരു വിതരണം ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയായിരിക്കും ഈ പ്രാവശ്യവും വിതരണം ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, സംസ്ഥാനം കാത്തിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനും ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് തന്നെ എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇനി അതുമാത്രമല്ല, ആളുകൾ പ്രതീക്ഷിക്കുന്നത് വിവിധ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ആനുകൂല്യത്തിൻ്റെ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നുള്ള പ്രധാന അറിയിപ്പും ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിപ്പ് നടത്തിയിട്ടുണ്ട്. വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ആനുകൂല്യം നൽകുന്നതിനോടൊപ്പം തന്നെ ചില ക്ഷേമനിധി ബോർഡുകളിൽ കുടിശ്ശികയൊക്കെ ആനുകൂല്യമായിട്ട് വന്നിട്ടുണ്ട്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡൊക്കെ ആണെങ്കിൽ 14 മാസത്തോളം വരുന്ന കുടിശ്ശികയുണ്ട്. അപ്പോൾ ഈ ആനുകൂല്യം എല്ലാം തന്നെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നൽകുമെന്നുള്ള ഏറ്റവും പ്രധാന അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത്. പെൻഷൻ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 62 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കാണ്. അത്രയും ആളുകൾക്ക് തന്നെ വീണ്ടും വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മുമ്പ് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. 8 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിലേക്ക് അവർ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് 200, 300, 500 എന്നിങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായിട്ട് ലഭിക്കുന്നതാണ്. അങ്ങനെയാണ് മൊത്തത്തിൽ 1600 എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ഇതിൽ ചിലർക്ക് ആധാർ അപ്ഡേഷൻ ചെയ്യാത്തത് മൂലം അക്കൗണ്ടിലേക്ക് തുക എത്താത്തവരുണ്ട്. അതായത് ആധാറിൻ്റെ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ അത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയോ അവിടെ നിന്ന് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിലേക്ക് അപ്ഡേഷൻ കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് മൂലം ആനുകൂല്യം തടസ്സപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് പഞ്ചായത്തിൽ നിന്നും അറിയിക്കുന്നതാണ്. അത് നമ്മൾ ഫോൺ വഴി അറിയിക്കുന്നതാണ്. അല്ലെങ്കിൽ നേരിട്ട് വാർഡ് മെമ്പറോ കൗൺസിലറോ ആയിരിക്കും അറിയിക്കുന്നത്. അങ്ങനെയുള്ളവർ മാത്രം ആധാറൊക്കെ കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കേണ്ടതാണ്. അല്ലാത്ത എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ആനുകൂല്യം കൃത്യമായിട്ടും വിതരണം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ മറ്റു ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.